പുണ്യവാനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടിയോടും നേതൃത്വത്തോടുമുള്ള സത്യസന്ധത ഏതാണ്ട് അണികൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യന്റെ മകൻ വിവേക് കിരണിനെ ലൈഫ് മിഷൻ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ച കാര്യം പിണറായി പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്തിട്ട് പോലുമില്ല എന്നതാണ് രസകരം. നാഴികയ്ക്ക് 40 വട്ടം പാർട്ടിയുടെ മഹാത്മ്യം വിളമ്പുന്ന കാരണബോധൻ എന്തുകൊണ്ടാണ് ഇത്തരമൊരു കാര്യം മറച്ചുവെച്ചതെന്നാണ് CPM-ന്റെ കേരളത്തിലെ നേതൃത്വ ഘടകങ്ങൾ പരസ്പരം ചോദിക്കുന്നത്. അവർക്കെല്ലാം ഇത് പുതിയ വിവരമാണ്. മകനെതിരായ സമൻസ് പരമരഹസ്യമാക്കി സൂക്ഷിക്കുകയാണ് പിണറായി ചെയ്തത്. 2023 ഫെബ്രുവരിയിൽ EDയുടെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനും ഒപ്പം വിവിധ രേഖകൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും വിവേകിന്റെ പൊടി പോലും കണ്ടില്ല. പിന്നീട് 2 തവണ കൂടി സമൻസ് നൽകി ഹാജരാകാത്ത പക്ഷം വീട്ടിൽ റെയ്ഡ് നടത്തി അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ടായിട്ടും മുഖ്യമന്ത്രിയുടെ മകൻ എന്ന ബഹുമതി കൊണ്ടാകാം വിവേകിന്റെ കാര്യത്തിൽ ഈ തുടർ നടപടികളൊന്നും കാണാനും കഴിഞ്ഞില്ല. ഇന്ത്യയിലും വിദേശത്തുമുള്ള വിവേകിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, വിശദമായ സ്റ്റേറ്റ്മെന്റ്, വിവേകിന്റെയും കുടുംബത്തിന്റെയും പേരിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെ വിവരങ്ങൾ, അവയുടെ രേഖകൾ, ഓഹരി പങ്കാളിത്തത്തെക്കുറിച്ചുള്ള രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കാനുള്ള നിർദ്ദേശം ED നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ചെറിയ ഇടപാടുകളൊന്നുമല്ല നടന്നതെന്ന് വ്യക്തമാണ്. ED തന്നെ മുഖ്യന്റെ മകന്റെ സമൻസ് മരവിപ്പിച്ചതാകാനും വഴിയുണ്ട്. അല്ല, മകനെ കരുതേണ്ടത് മുഖ്യമന്ത്രിയുടെ അവകാശമാണല്ലോ, അത് തള്ളിക്കളയാനാകില്ല. എന്തായാലും ലൈഫ് മിഷൻ കേസിലെ പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് EDയുടെ സമൻസ് വന്നിരിക്കുന്നത്. സ്വപ്ന സുരേഷ് അടക്കമുള്ളവരുമായി വിവേക് കിരണിന് ബന്ധമുണ്ടെന്നും സൂചന ലഭിച്ചിട്ടുണ്ട്. നിർണായക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതെല്ലാം തിരഞ്ഞെടുപ്പ് തന്ത്രമെന്ന തരത്തിൽ കൈകഴുകാനുള്ള പദ്ധതിയാണ് MV ഗോവിന്ദനും V ശിവൻകുട്ടിയും P രാജീവും ഒക്കെ നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ആരോപണങ്ങളോ നടപടികളോ വന്നാൽ കത്ത് മുഖേനയോ നേരിട്ടോ മറ്റൊരാൾ വഴിയോ വിഷയം പാർട്ടി കമ്മിറ്റികളിൽ ചർച്ചയായി മാറേണ്ടതായിട്ടും മുഖ്യമന്ത്രി ഒന്നും ഉരിയാടാതെ നിന്നത് ഈ വിഷയത്തെ രഹസ്യ സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യാനുള്ള തന്ത്രമായിരുന്നു എന്നത് ഉറപ്പാണ്. ഇത്രയേറെ നടപടികളോടെ വന്ന വിവേക് കിരണിന്റെ സമൻസ് എങ്ങനെ ആവിയായി എന്ന് ഇനി പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് കാട്ടിക്കൂട്ടരുതാത്ത നെറുകേടുകളും അഴിമതിയുമെല്ലാം ചെയ്തതും പോരാ, മക്കളെയും അതിന്റെ ഭാഗമാക്കുന്നു. വളർന്നു വന്ന സ്വന്തം പാർട്ടിയെ പോലും വഞ്ചിക്കുന്ന തരത്തിലുള്ള മുഖ്യന്റെ പ്രവർത്തികൾക്ക് ഇപ്പോഴും സ്തോത്രഗീതം പാടുന്ന അണികളുടെ അവസ്ഥ എത്ര പരിതാപകരമെന്നേ പറയാനുള്ളൂ.